നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. IFFHS വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റാർക്കുമല്ല, ലയണൽ മെസ്സിക്കാണ് ആ പുരസ്കാരം. വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം ഫിഫ കൊടുത്തത് റോഡ്രിക്കായിരുന്നു. പക്ഷേ അപ്പോഴേ പലരും അതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ശരിക്കും മെസ്സിയാണ് അത് അർഹിച്ചത് എന്നാണ് പലരും പറഞ്ഞത്. ഇപ്പോഴിതാ IFFHS ഏതായാലും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലയണൽ മെസ്സിക്ക് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദി ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് ലയണൽ മെസ്സി ഓഫ് അർജൻറ്റീന ഹാസ് ബീൻ നെയ്മഡ് ദി IFFHS ബെസ്റ്റ് പ്ലെയർ, ദി ഹയസ്റ്റ് ഇൻഡിവിജ്വൽ ഹോണർ bestowed ബൈ അവർ ഫെഡറേഷൻ അപ്പോൺ ദി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ ഓഫ് ദി ടൂർണമെൻറ്റ്. അപ്പോൾ വേൾഡ് കപ്പിലെ മികച്ച പെർഫോമൻസിന് IFFHS ലയണൽ മെസ്സിക്ക് ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം കൊടുക്കുന്നു. ഈ ഒരു പുരസ്കാരം എങ്ങനെയാണ് നൽകപ്പെടുന്നത്, അതിനെങ്ങനെയാണ് ആളെ തിരഞ്ഞെടുക്കുന്നതെന്ന് കൂടി അവർ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓവറോൾ പെർഫോമൻസ് ഇൻഡെക്സ് വെച്ചിട്ട്, അതായത് റിഗറസ് ഡാറ്റ ഡ്രിവൻ മെത്തഡോളജി ഇൻകോർപ്പറേറ്റിംഗ് വെയ്റ്റഡ് മാച്ച് റേറ്റിംഗ്സ്, ഗോൾസ്, അസിസ്റ്റ് ആൻഡ് നോക്കൗട്ട് റൗണ്ട് ഇമ്പാക്ട് അക്രോസ് ദി ഫുൾ ഡ്യൂറേഷൻ ഓഫ് ദി പ്ലേയേഴ്സ് വേൾഡ് കപ്പ് ക്യാമ്പയിൻ. അപ്പം ഇങ്ങനെ സമഗ്രമായ രൂപത്തിൽ ഡാറ്റ ഡ്രിവൻ മെത്തഡോളജി വെച്ചിട്ട് അത് ഓരോ മാച്ചിലെ റേറ്റിംഗ്സിനും ഗോളിനും അസിസ്റ്റിനും നോക്കൗട്ട് റൗണ്ടിലെ ഇമ്പാക്റ്റും ഒക്കെ പരിഗണിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത്. ഏതായാലും ലയണൽ മെസ്സിയുടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ, ഈ വേൾഡ് കപ്പിൽ 7 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു. 626 മിനിറ്റുകൾ, 8 ഗോളുകളും 4 അസിസ്റ്റുകളും സ്വന്തമാക്കി. IFFHS അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആവറേജ് മാച്ച് റേറ്റിംഗ് 8.33 ഏതായാലും ബെസ്റ്റ് പ്ലെയർ ഓഫ് ദി വേൾഡ് കപ്പ് IFFHS അവാർഡ് കൊടുക്കുന്നു സാക്ഷാൽ ലിയോ മെസ്സിക്ക്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.